എല്ലാവർക്കും നമസ്കാരം. ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഞാൻ ഇന്ന് വളരെ പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കുന്ന വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ബസുമതി അരി 1/2 കപ്പ് കഴുകി വാര വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് 3/4 കപ്പ്, കാപ്സിക്കം ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ്, ബീൻസ് അരിഞ്ഞത് 1/2 കപ്പ്, സബോള അരിഞ്ഞത് 1/2 കപ്പ്, കോളിഫ്ലവർ അരിഞ്ഞത് 1/2 കപ്പ്, സെലറി 1 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ, ഒലിവ് ഓയിൽ 3 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1/2 സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ, പച്ചമുളക് 1 വിനാഗിരി 1 സ്പൂൺ, ഓണിയൻ ലീവ്സ് കട്ട് ചെയ്തത് ആവശ്യത്തിന്. ഇനി നമുക്കിതെല്ലാം വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത്. ബസ്മതി അരി ഞാൻ ഒരു 25 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നു. അതിനുശേഷം വാരി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒലിവ് ഓയിൽ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. ഒലിവ് ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് ശേഷം സബോള അരിഞ്ഞതിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നീട് നമുക്കതിലേക്ക് ബീൻസ്, ക്യാരറ്റ്, കാപ്സിക്കം, കോളിഫ്ലവർ, സെലറി, കുരുമുളക് പൊടി ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റാൽ മതി. അതും നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഞാനിതിൽ 1.5 ഗ്ലാസ് ബസുമതി റൈസാണ് കുതിർത്തി വാരി വെച്ചിരിക്കുന്നത്. 25 മിനിറ്റ് കുതിർത്തിയതാണ്. ആ എടുത്ത ഗ്ലാസിൻ്റെ അളവിന് തന്നെ 1.5 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് ആ ഗ്ലാസിൻ്റെ അളവിന് തന്നെ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി നമുക്ക് അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരി ഇതിൽ കിടന്ന് നന്നായി ഒന്ന് വഴണ്ടി വരണം. അപ്പം അതിനായിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരി വാര വെച്ചതാണ്, ഇതിൽ വെള്ളം ഒട്ടുമില്ല. അങ്ങനെയുള്ള അരി വേണം ഇതിലേക്ക് ഇടാനായിട്ട്. ഞാൻ ഗ്ലാസിൻ്റെ അളവ് പറഞ്ഞ 250 ml ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ ഒരു 1.5 ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കേണ്ടതുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിലാവണത് വരെ വേവിക്കേണ്ടതാണ്. എനിക്കിത്തിരി ഉപ്പ് കുറവാണ്. ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂണും കൂടെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് ഒരു വിസിൽ വരുന്ന വരെ വേവിക്കണം. ഒരു വിസിൽ വന്നതിന് ശേഷം ഇത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കേണ്ടതാണ്. ഒരിക്കലും ആ ചൂടുള്ള അടുപ്പത്ത് വെക്കരുത്. ഒരു വിസിൽ വന്നതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ നമ്മൾ വഴറ്റുമ്പോൾ ഒരുപാട് ജസ്റ്റ് ഒന്ന് വഴറ്റാനേ പാടുള്ളൂ. ഒരുപാട് നേരം വഴറ്റരുത്. അതെല്ലാതും ഇടുക, ഒന്ന് വഴറ്റുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് അരി ഇടുക, അതും ഒന്ന് വഴറ്റുക. അതിന് ശേഷം വെള്ളം ഒഴിക്കുക, ഉപ്പിടുക, അടച്ചു വെച്ച് ഒരു വിസിലാവണ വരെ വേവിക്കുക. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാനത് ഇറക്കി വെച്ചതാണ്. അതിൻ്റെ ആവിയൊക്കെ പോയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെന്ത് കറക്റ്റായിട്ടുണ്ട്. വെള്ളമൊക്കെ പാകത്തിനായിരുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1.5 ഗ്ലാസ് വെള്ളം 1.5 ഗ്ലാസ് അരിക്ക് 25 മിനിറ്റ് കുതിരാൻ വെച്ചത്.
ആ കണക്കിനാവുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് സെലറി ലീവ്സും സ്വല്പം കുരുമുളക് പൊടിയും സോയ സോസും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയൻ ലീവ്സും ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് നമുക്ക് അതിന് ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞു. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. വെന്ത് റെഡി ആയിട്ടുണ്ട്. ഒന്നും കട്ട പിടിച്ചിട്ടില്ല, നന്നായിട്ട് ഒലർന്നു കിടക്കുന്നുണ്ട്. നമുക്കിതൊരു ഫ്രോക്ക് വെച്ചിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഒലർത്തി ഇട്ട് കൊടുക്കാം. നല്ല മണം തന്നെയുണ്ട്. പച്ചക്കറികളൊന്നും വെന്തധികമായിട്ടില്ല, ഒക്കെ കറക്റ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് കുക്കറിലായതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അളവൊക്കെ കറക്റ്റാക്കിയാൽ മതി. എല്ലാവർക്കും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കുകയാണ്. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കണ്ട. ഇത് കറിയൊന്നുമില്ലാതെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഞാനിന്ന് കോളിഫ്ലവർ വിന്താലുവിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. ഇതിന് കറക്റ്റ് മാച്ചാണത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാനായാലും നമുക്ക് കാലത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ്. നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാതും സെർവിങ് ഡിഷിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അങ്ങനെ വളരെ പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കാവുന്ന വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.